അറിവ് പകർന്നു നൽകുന്ന ആ കുരുന്നുകളെ അമ്മയുടെ വാത്സല്യത്തോടെ ചേർത്ത് നിർത്തുന്ന ഒരുപാട് അധ്യാപകർ നമുക്കും ഉണ്ടായിരുന്നല്ലേ? എനിക്കെന്തായാലും ഉണ്ടായിരുന്നു. എന്നാൽ പഠനത്തോടൊപ്പം അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു അധ്യാപികയുണ്ട് ഇടുക്കിയിൽ. മുരിക്കാട്ടുകുടി സ്കൂളിലെ അധ്യാപികയായ ലിൻസി സെബാസ്റ്റ്യൻ ഇതിനോടകം 8 വീടുകളാണ് നിർധന വിദ്യാർത്ഥികൾക്ക് നിർമ്മിച്ചു നൽകിയത്. ലിൻസി സെബാസ്റ്റ്യൻ എന്ന ഈ അധ്യാപിക മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ ഹൈസ്കൂളിലെ കുട്ടികൾക്ക് മാത്രമല്ല, നാട്ടുകാരുടെയും പ്രിയപ്പെട്ട ടീച്ചറാണ്. ഏതാവശ്യത്തിനും ആര് വിളിച്ചാലും ഓടിയെത്തും. സന്നദ്ധ സേവന പ്രവർത്തന രംഗത്ത് എപ്പോഴും കർമ്മനിരത. വാത്സല്യത്തോടെ ചേർത്ത് നിർത്തി കുരുന്നുകൾക്ക് അറിവ് പകർന്നു നൽകുക മാത്രമല്ല, അവരുടെ വീടുകളിലേക്കും ഇടയ്ക്കെത്തും ഈ അധ്യാപിക. കുടുംബത്തിന്റെ അവസ്ഥയും ജീവിത സാഹചര്യവും എല്ലാം മനസ്സിലാക്കും. പിന്നീട് അവരാവശ്യപ്പെടാതെ തന്നെ വേണ്ട സഹായങ്ങൾ എത്തിച്ചു നൽകും. ഇതിനോടകം 8 വീടുകളാണ് ഈ അധ്യാപിക കുട്ടികൾക്കായി നിർമ്മിച്ചു നൽകിയത്. തൻ്റെ മകൻ മെച്ചപ്പെട്ട ജീവിത സാഹചര്യത്തിൽ ജീവിക്കുമ്പോൾ താൻ പഠിപ്പിക്കുന്ന കുരുന്നുകൾ ചോർന്നൊലിക്കുന്ന കൂരയിൽ കിടന്നുറങ്ങുന്നത് സഹിക്കാൻ കഴിഞ്ഞില്ല ഈ അധ്യാപികയ്ക്ക്. പ്രത്യേകിച്ച് മുൻകൂട്ടി തീരുമാനിച്ചല്ല ഞാൻ ഒരു വീട് പോലും പണിതത്. ശരിക്കും ഭവന സന്ദർശനം നടത്തിയ സന്ദർഭത്തിലാണ് ഓരോ വീടുകളും ഞാൻ കാണുന്നത്. എൻ്റെ ആദ്യത്തെ വീട് 1ാം ക്ലാസ്സിലെ കുട്ടിക്കാണ്. ഇന്ന് 10 വർഷം കഴിഞ്ഞു ആ വീട് പണിതിട്ട്. അന്ന് എൻ്റെ മോനും 1ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അവരുടെ ജീവിത സാഹചര്യം രണ്ടും കൂടെ ഞാൻ താരതമ്യം ചെയ്തപ്പോൾ എനിക്ക് അന്നത്തെ രാത്രിയിൽ ഉറങ്ങാൻ പോലും പറ്റിയില്ല. ആ ഒരു സാഹചര്യത്തിൽ ഞാൻ എങ്ങനെയെങ്കിലും ഒരു വീട് അവർക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്ന് ആലോചിച്ച് അങ്ങനെയാണ് ആദ്യത്തെ വീട് നിർമ്മാണം നടത്തുന്നത്. ടീച്ചറിന്റെ ഈ സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾക്ക് വിദേശ മലയാളികളടക്കം പിന്തുണ നൽകി ഒപ്പമുണ്ട്. ഇവരുടെ ഇത്രയും ദയനീയമാണ് ഇവരുടെ അവസ്ഥ എന്നുള്ളത് ശരിക്കും മനസ്സിലാക്കുന്നത് ഞാൻ മാധ്യമങ്ങളിലൂടെ തന്നെയാണ് മനസ്സിലാക്കുന്നത്. ആരെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്തു തരുമോ എന്ന് ഞാനിങ്ങനെ ചോദിച്ചു. ഗൾഫിലുള്ള ഒരു സാറാണ്, ബിജു എന്ന് പറയുന്നൊരു സാറാണ് എന്നോട് പറഞ്ഞ, ടീച്ചർ മുൻകൈ എടുത്ത് മുന്നോട്ട് ഇറങ്ങിക്കോ, ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എനിക്ക് ഈ വീട് പൂർത്തിയാക്കാൻ സാധിച്ചത്. എല്ലാവരെയും സ്നേഹത്തോടെ ചേർത്ത് നിർത്തുന്ന ടീച്ചർ അമ്മയെപ്പോലെയല്ല, തങ്ങൾക്ക് അമ്മ തന്നെയാണെന്നാണ് വിദ്യാർത്ഥികളും പറയുന്നത്. ഏതൊരാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ടീച്ചറിനെ വിളിക്കാമായിരുന്നു. ടീച്ചറിൻ്റെ അടുത്ത് സഹായം ചോദിക്കാം. ടീച്ചറിൻ്റെ അടുത്ത് എന്ത് സഹായം ചോദിച്ചാലും ടീച്ചർ ഒരിക്കലും ഇല്ല, പറ്റത്തില്ല എന്നൊന്നും ഞങ്ങളോട് ഇതുവരെയും പറഞ്ഞിട്ടില്ല. എപ്പോഴും ഒരു അമ്മയുടെ സ്ഥാനത്ത് ഞങ്ങൾ എപ്രകാരം ഒരാൾ നിൽക്കുമോ അതുപോലെ തന്നെ ഞങ്ങളെ എപ്പോഴും കൂട്ടത്തിൽ കൊണ്ടുവന്ന് നടന്നിട്ടുണ്ട് ലിൻസി ടീച്ചർ. അക്ഷരത്താളുകളിലെ അറിവ് പകർന്നു നൽകുക മാത്രമല്ല, അതിനപ്പുറത്ത് വലിയ ഉത്തരവാദിത്തമുണ്ട് ഒരു അധ്യാപികയ്ക്ക്. അതാണ് ലിൻസി ടീച്ചർ തന്റെ ജീവിതത്തിലൂടെ സമൂഹത്തിന് പകർന്നു നൽകുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.